നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 297 297. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 27-ാം അധ്യായം ശ്ലോകം 5. അത ഏവ ശനൈശ്ചിത്തം പ്രസക്തം അസദാം പഥി ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാ ച നയേദ്വശം. അതിൻ്റെ വാക്കാർത്ഥം ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ, ഏതുകൊണ്ട്? ഈ മേൽ പറഞ്ഞതുകൊണ്ട് അസത്തുക്കളുടെ മാർഗത്തിൽ ഏറ്റവും പറ്റിയിരിക്കുന്ന മനസ്സിനെ മെല്ലെ മെല്ലെ ശക്തിയോടുകൂടിയ ഭക്തിയോഗത്താലും വൈരാഗ്യത്താലും സ്വാധീനപ്പെടുത്തണം. ഇതാരാ ചെയ്യേണ്ടത്? അവരവർ ചെയ്യണം. ഒരാൾക്ക് ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ചതുകൊണ്ടായില്ല, തലയിൽ കൈ വെച്ചതുകൊണ്ടായില്ല. ഒരു കാളിദാസൻ ഒന്നേ ഉണ്ടായുള്ളൂ, ഇല്ലേ? ഉപാസന അകത്താരാണ് പുറത്താരാണെന്നൊക്കെ ചോദിച്ചു. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഭാഗവതത്തിൽ സ്വയം തൻ്റെ ആത്മാവിനെ അറിയണം. ഒരാൾക്ക് പുറത്തേക്ക് ഇങ്ങനെ എടുത്തു വെച്ച് ഇതാണ് തൻ്റെ ആത്മാവ്, ഞാൻ ഗുരുവാണ്, പിടിച്ചോളൂ, നടക്കില്ല. അതുകൊണ്ട് അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ കാര്യം മനസ്സിലാവും. അതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ ഒരു കാലത്തും സാധിക്കാതെയിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ മാർഗത്തെ അനുസരിച്ച് സഞ്ചരിക്കുന്ന ചിത്തത്തെ, മനസ്സിലെ ചിത്ത് എന്ന് പറയുന്ന അംശമാണ് എന്ത് ചെയ്യണത്? ചാടടാ കുഞ്ചിരാമ, അല്ലേ? ഓരോ വൃക്ഷത്തിൻ്റെ ഓരോ കൊമ്പിൽ നിന്ന് മറ്റോ കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. കുരങ്ങാകുന്ന മനസ്സ്. അപ്പോൾ ആ ചിത്തത്തെ ദൃഢമായി ഭക്തിയോഗത്തിൻ്റെയും വിഷയദോഷദർശന രൂപമായ, അത് ഒന്ന് ശരിക്കും മനസ്സിലായി, വിഷയദോഷദർശനം, അരുതേ കണ്ണേ നോക്കരുതേ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാണാൻ പാടില്ലാത്തതാണ് അവിടെ, കേൾക്കാൻ പാടില്ലാത്തത്, ശ്രോത്രമേ നീ അവിടെ അത് കേൾക്കണ്ട. നാസാരന്ധ്രങ്ങളോട് ആവശ്യമില്ലാത്തത് മണക്കണ്ട, നാവിനോട് ആവശ്യമില്ലാതെ രസിക്കണ്ട, ത്വക്കിനോട് അച്ഛനും അമ്മയും ഉമ്മ വെച്ചുള്ള ഈ ശരീരത്തിൽ അസത്തുക്കൾ ഉമ്മ വയ്ക്കാണ്ട് നോക്കണം. ആ സ്പർശന സുഖം വേണ്ടാന്ന് പറയാനുള്ള ഒരു തീവ്ര വൈരാഗ്യം വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിഷയദോഷദർശന രൂപമായ വൈരാഗ്യത്തിൻ്റെയും സഹായത്താൽ സ്വാധീനപ്പെടുത്തണം. ആരെ സ്വാധീനപ്പെടുത്തണം? അവരവരുടെ ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങളെ. അപ്പോൾ ഇനി പറയണത് 1 2 3 4 5 6 6 7 8 9 10 11 6 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പറയാണ്. കാരണം എന്താ? അത് പിന്നെ ഈ ഇന്ദ്രിയങ്ങളെ എങ്ങനെ വശപ്പെടുത്തണം എന്നുള്ളത് ക്രമത്തിൽ പറയാവും. ശ്രദ്ധിച്ചോളൂ, മനസ്സിലാവും. യമാദിഭിര്യോഗപഥൈരഭ്യസൻ ശ്രദ്ധയാന്യുതാ മയി ഭാവേന സത്യേന മത്കഥാശ്രവണേന ച സർവഭൂതസമത്വേന നിർവൈരേണ പ്രസംഗതാ ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസാ യദൃശ്ചയോപലബ്ധേന സന്തുഷ്ടോമിത ഭുഗ്മുനി വിവിക്തശരണ ശാന്തോ മൈത്ര കരുണ ആത്മവാൻ സ അനുബന്ധോ ച ദേഹേ അസ്മിന്ന കുറുവന്ന സദാഗ്രഹം ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്യ ച
നിവൃത്തബുദ്ധ്യാവസ്ഥാനോ ഭൂരിഭൂതാന്യദർശന ഉപലഭ്യാത്മന ആത്മാനം ചക്ഷുഷേവാർക്കമാത്മദൃക് മുക്തലിംഗം സദാഭാസം അസതി പ്രതിപദ്ധ്യത്തെ സദോ ബന്ധുമസച്ചക്ഷു സർവാനുസ്യൂതമദ്വയം. ഈ 6 ശ്ലോകങ്ങളുടെ വാക്കർത്ഥം ആദ്യം പറയാം. യമം ആദിയായുള്ള സഹനം എന്നാണ് അർത്ഥം. സഹിക്കുക, എന്തും സഹിക്കാനുള്ള കഴിവ് വേണം. പിന്നെയോ അച്ചടക്കം, അതും ആവശ്യമാണ്. അപ്പോൾ യോഗമാർഗങ്ങളാലും, അപ്പോൾ യമം ആദിയായുള്ള യോഗമാർഗങ്ങളാലും എന്നിൽ കപടമില്ലാതിരിക്കുന്ന ഭാവത്താലും. ആർക്കാ ഈ ഭാവം കപടമാക്കാൻ സാധിക്കുക? അവരവർക്കേ സാധിക്കൂ. അവരവർക്ക് സാധിക്കും. കുട്ടികളോടും ഐദർ സ്പൗസിനോടും പാരൻസിനോടും ഇൻലോസിനോടും എങ്ങനെയുള്ള സ്നേഹമാണ്? കപട സ്നേഹമാണോ? കപട ആദരവാണോ? അത് അവരവർ ചെയ്യണതാണ്. അതാദ്യം മാറ്റണം. കാപ്പട്യം എന്നുള്ളത് ഉണ്ടാവരുത്. അപ്പോൾ ഭാവത്താലും എൻ്റെ കഥാശ്രവണത്താലും ഭഗവാന്റെ തത്വനിരൂപണങ്ങളാലും സർവഭൂതങ്ങളിലും സമദൃഷ്ടി കൊണ്ടും. അവിടെയാണ് പ്രശ്നം. അതായത് തമ്പുരാനെ കണ്ടാലും ഇങ്ങേ തലയ്ക്ക് ആരാച്ചാവരും, ഞാൻ അത്രേ പറഞ്ഞുള്ളൂ, ഇനിയിപ്പോൾ ജാതി പറഞ്ഞൊന്നും വേണ്ട. അപ്പം എല്ലാവരിലും ആത്മാവ് ഒന്നാണെന്നുള്ള ധാരണ ആദ്യം ഉണ്ടാവണം. അത് എൻ്റെ ആൾക്കാരാ, ഇത് എൻ്റെ ആൾക്കാരാ, അങ്ങനെ പറയരുത്. എല്ലാം നമ്മുടെ ആൾക്കാരാണെന്ന് പറയാൻ സാധിക്കണം. അപ്പോൾ സമദൃഷ്ടി കൊണ്ടും വൈരത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ടും. എന്താ വൈരത്തെ എന്ന് പറഞ്ഞാൽ? ദേഷ്യം, കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾ ഒഴിവാക്കിക്കൊണ്ടും ആസക്തിയെ ഉപേക്ഷിക്കുന്നത് കൊണ്ടും. ഇന്നതുണ്ടെങ്കിൽ ഞാൻ ഊണ് കഴിക്കൂ, ഇന്നതുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങൂ, AC ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവിടെയാണ് ഈ പറഞ്ഞ ആസക്തിയെ ഉപേക്ഷിക്കുന്നത് കൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും. അത് അതിലേറെ പ്രശ്നമാണ്. എന്താ ബ്രഹ്മചര്യം? ബ്രഹ്മാനുസന്ധാനം. അല്ലാണ്ട് 2 കട്ടിൽ, സ്ത്രീയുടെ കട്ടിലും പുരുഷൻ്റെ കട്ടിലും വിട്ട് കിടക്കലല്ല. പ്രമുഷയോ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാനുസന്ധാനം. പിന്നെ അത് വരുമ്പോൾ ബാക്കി നിയമങ്ങളൊക്കെ തന്നെ വരും, യമാദികളിൽ വരും. വൃഥ ആലാപത്തെ വർജിക്കുന്നത് കൊണ്ടും. വൃഥ ആലാപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് അസമയത്തുള്ള ഉപദേശങ്ങളെ പോലെയുള്ളത് എന്ന് പറയാം. അസമയത്ത്, അതായത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഉപദേശം കൊടുക്കരുത്, അതാണ്. അപ്പോൾ പിന്നെ വൃഥ ആലാപത്തെ വർജിക്കുന്നത് കൊണ്ടും ദൃഢമായിരിക്കുന്ന സ്വധർമാനുഷ്ഠാനം കൊണ്ടും. ഈ സ്വധർമാനുഷ്ഠാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈശ്വരോപാസനയാണ്. അതറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് കൊല്ലൻ്റെ പണി ചെയ്യട്ടെ, ആശാരിയുടെ പണി ചെയ്യട്ടെ. അതല്ല. കൊല്ലനും ആശാരിയും ഒക്കെ അവരവരുടെ ആയുധത്തെ പൂജിക്കും, ഇല്ലേ? അതേപോലെ ഈശ്വരോപാസനയാണ്. പിന്നെ പറഞ്ഞു, ശ്രദ്ധായുക്തനായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടായിട്ട് അഭ്യസിക്കുന്നവനായിട്ടും പ്രാരബ്ധത്താൽ, അതായത് കർമ്മഫലം കൊണ്ട് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവനായിട്ടും അല്പാഹാരത്തെ ഭുജിക്കുന്നവനായിട്ടും. ഞാനൊക്കെ ഒരു കാലത്ത് ഒരു 35 years മൂക്കറ്റം മാമുണ്ടായിരുന്നു, സത്യം. അടിച്ച് കലക്ക് ഞാൻ. ഇപ്പോൾ ഞാൻ രാത്രി ഒരു 7 മണിക്ക് ഒരു 2 സ്പൂൺ മില്ലറ്റ് പൗഡർ ഇട്ടിട്ട് ഒരു 1.5 ഗ്ലാസ് കഞ്ഞി കുടിക്കും. എത്ര? മില്ലറ്റ് പൗഡർ 1.5 ഗ്ലാസ്. അത് കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്ലേറ്റ് എടുക്കും. 2 പിന്നെ എന്താ പറയുക, ഡേറ്റ്സ്, ഈത്തപ്പഴം, 2 അത്തിപ്പഴം, ഒരു 10 പിസ്ത, അതേമാതിരി 4-5 വാൾനട്ട്സ്, ഒരു 10-15 കടല, നിലക്കടല, ഒരു 6
ബദാം, അതുകൂടെ ഒരു പേരയ്ക്കും കഴിക്കും 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. സുഖമാണ്. തടി കുറച്ച് പോയി, ആയിക്കോട്ടെ, ആർക്കാ തടി വേണ്ടത്? വയറൊക്കെ പോയി, ഒരു കുഴപ്പമില്ല. നാരായണ നാരായണ നാരായണ. അല്പാഹാരം രാത്രി, പ്രത്യേകിച്ച് രാത്രി. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്പാഹാരത്തെ ഭുജിക്കുന്നവനായിട്ടും മനനശീലനായിട്ടും. എന്തെങ്കിലും കേട്ടാൽ അത് വിഴുങ്ങരുത്, അത് ആലോചിച്ച് ശരിയാണോ തെറ്റാണോ. മനനശീലം. ഏകാന്തത്തിൽ വസിക്കുന്നവനായിട്ടും വിവിക്ത ശരണ ഏകാന്തത്തിൽ വസിക്കുന്നവെന്ന് പറയുന്നത്. ഒരു നേരം ഇപ്പം എൻ്റെ വീട്ടിൽ 41 ഇഞ്ച് ഒറ്റയാണ് എൻ്റെ മോള് ഒരു TV വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 10 ദിവസമായിട്ട് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ട്. പിക്ചർ ട്യൂബ് പോയിരുന്നു അതിന്, അതാണല്ലോ ഇതിൻ്റെ ഹാർട്ട്. അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ അവിടെ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ബുക്ക് കീപ്പിംഗ് ഒന്നുമില്ല. ഭാഗവതം രാമായണം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളും. ഈ കശപിശ കൂടാനുള്ളതാണല്ലോ ഈ വാറണ്ടി കാർഡ്, അത് ഞാൻ വയ്ക്കാറുമില്ല. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ, എങ്ങനെയെങ്കിലും ഇതിലുള്ള ആസക്തി എനിക്കല്ല, എൻ്റെ ഭാര്യയ്ക്ക്. അതൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് ഞാൻ പറയില്ല. കാരണം രാത്രി ഉള്ള ഈ പിന്നെന്താണോ പറയുക, ചാനൽ ചർച്ചകൾ, അതേമാതിരി ഈ സീരിയലുകൾ, ഇത്ര കൊടും വിഷമാണ് സബ്ജക്റ്റ്. ഒരു ക്രിസ്ത്യൻ്റെ കഥയോ ഒരു മുസ്ലിമിൻ്റെ കഥയോ ഇല്ല അതിൽ. കാരണം എന്താ, ഇതിൻ്റെ ഒക്കെ കാശ് മുടക്കണവർ ഈ സമുദായത്തിൽ പെട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അമ്മായിയമ്മ പോരെ, നാത്തൂൻ പോരെ, ഞാൻ പുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും ഈ ആഹാര പദാർത്ഥമായിട്ട് ഉമ്മർത്ത് വന്നിരിക്കും, കാല് നീട്ടിയിരിക്കും, നാരായണ നാരായണ എന്ന് ജപിക്കും. അതിൻ്റെ ഒരു വൈബ്രേഷൻ ഭയങ്കരമാണ് ഇനി. അപ്പോൾ അതാണ് പറഞ്ഞത്, ഏകാന്തത്തിൽ വസിക്കുന്നവനായിട്ടും ചിത്തവൃത്തികളെ നിരോധിക്കുന്നവനായിട്ടും മനസ്സിനെ പുറത്ത് അലയാൻ സമ്മതിക്കാതെയിരിക്കുക, ദിവാസ്വപ്നങ്ങൾ കാണാണ്ടിരിക്കുക. പിന്നെയോ എല്ലാവർക്കും ഹിതം ചിന്തിക്കുന്നവനായിട്ടും, ലോകാസമസ്ത സുഖിനോ ഭവന്തു സർവത്ര കാരുണ്യമുള്ളവനായിട്ടും ധൈര്യവാനായിട്ടും. എന്താ ധൈര്യം? തനിക്ക് താനും പുരയ്ക്ക് തൂണും, അതന്നെ, അല്ലാണ്ടൊന്നുമില്ല. പിന്നെയോ അനുബന്ധികളോടുകൂടി ഈ ശരീരത്തിൽ അസത്തായിരിക്കുന്ന ആഗ്രഹത്തെ ചെയ്യാത്തവനായിട്ടും. അതായത് ഒന്നും മനപ്പായസം കഴിക്കാതെ കണ്ടിരിക്കുക. പ്രകൃതിയുടെയും നാച്ചുറൽ പുരുഷൻ്റെയും ആത്മാവിൻ്റെ കാണപ്പെട്ട തത്വത്തോടു കൂടിയ അറിവ് കൊണ്ടും നിവർത്തിക്കപ്പെട്ട ബുദ്ധി അവസ്ഥാനത്തോടു കൂടിയവനായിട്ടും, നിവർത്തിക്കപ്പെട്ട പിന്നെയോ ദൂരീകരിക്കപ്പെട്ട അന്യദർശനത്തോടു കൂടിയവനായിട്ടും. അതായത് അന്യദർശനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ 2-ാം മൂഴം 3-ാം മൂഴം ഉള്ളൊന്നും വായിക്കരുത്. അസല് സബ്ജക്റ്റ് ഉള്ളപ്പോൾ എന്തിനാ വേറൊരു കൃതി? ആലോചിച്ച് നോക്കണം. അധ്യാത്മരാമായണം അല്ലെങ്കിൽ വാൽമീകി രാമായണം, കമ്പരാമായണം, ഗർഗരാമായണം, അതേമാതിരി ഗർഗഭാഗവതം, ദേവീ ഭാഗവതം, ശ്രീമദ് ഭാഗവതം, അതേപോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉള്ളപ്പോൾ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്, ഞാൻ അങ്ങനെ വേണം, നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത് ആർക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അറിവ് കൊണ്ടും അന്യദർശനത്തോടു കൂടി ദൂരീകരിക്കപ്പെട്ട, അതായത് ആക്സെപ്റ്റ് ചെയ്യാത്തത് എന്നർത്ഥം. ആത്മാവിനാൽ നേത്രത്താൽ സൂര്യനെ എന്ന പോലെ ലിംഗദേഹത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നതും. എന്താ ലിംഗദേഹം? അത് ആണും പെണ്ണും അല്ല. തുച്ഛമായ അന്ധകരണത്തിൽ സദ്രൂപമായിട്ട് ശോഭിക്കുന്നതും. അതായത് നമ്മുടെ മോഡൽ ഹീറോസ് ആരായിരിക്കണം? കൃഷ്ണനായിരിക്കണം, ശ്രീരാമനായിരിക്കണം, ഹനുമാനാവാം, കുഴപ്പമില്ല. അപ്പോൾ സത്തിൻ്റെ ബന്ധുവായും അസത്തിൻ്റെ
അസത്തിൻ്റെ പ്രകാശമായും സകലത്തിലും വ്യാപിച്ചിരിക്കുന്നതും സർവാത്മകവുമായിരിക്കുന്ന ആത്മാവിനെ കണ്ടിട്ട് സ്വസ്ഥനായിരിക്കണം. തന്നിലെ ആത്മാവിനെ കണ്ട് സ്വസ്ഥനായിരിക്കണം എന്നാണ് ശബരിമലയ്ക്ക് പോകുന്നവരോടും പഴനിക്ക് പോകുന്നവർക്കും വരുന്നവരോടും തിരുപ്പതിയിലേക്ക് പോകുന്നവരോടും ഗുരുവായൂരിൽ ക്യൂ നിൽക്കുന്നവരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ രീതിയിൽ സ്വന്തം ആത്മാവിനെ കണ്ടിട്ട് സ്വസ്ഥനായിരിക്കണം. ഇന്ന് 10-ാം പൂരാണ് തിരുമാതാകുന്നില്ല. ഞാൻ പോയിട്ടില്ല, എനിക്കെൻ്റെ ആവശ്യം തോന്നുന്നില്ല. അതുകൊണ്ടാണ്. ഭഗവതി എൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഇന്നലെ അതെ 7-ാം പൂരത്തിനും 8-ാം പൂരത്തിനൊക്കെയാണ് ഭഗവതിക്കും ഭഗവാനും കൂടി ആറാട്ടെന്നാണ്. അപ്പോൾ അവിടെ ഒന്ന് പരമശിവനാണ്, ഒന്ന് പരമശിവൻ്റെ മകളാണ്, ഭാര്യയല്ല. അപ്പോൾ വാക്കുകളൊക്കെ ഉച്ചരിക്കുമ്പോൾ സൂക്ഷിക്കണം. അമ്മയാരാ മകളാരാ എന്നൊക്കെ മനസ്സിലായില്ലേ? ഇനി ഈ 6 ശ്ലോകത്തിൻ്റെയും ഒന്നായിട്ടുള്ളൊരു ഭീമാകാരമായ ഒരു ഇടിവെട്ട് ഭാവാർത്ഥ പറയുന്നത്. ഭക്തിയും വിരക്തിയും ദൃഢമായി വരുവാനുള്ള കാരണങ്ങളെയും തദ്വാര അതുകൊണ്ട് മോക്ഷപ്രാപ്തിയെയും കുറിച്ച് ഇത് മുതൽ 6 പദ്യം കൊണ്ട് കാണിക്കുന്നു. സംസാരം സങ്കടസ്ഥാനമെന്നും ആവശ്യമില്ലാത്തത് അതിൽ നിന്ന് മോചിക്കണമെന്നും ആഗ്രഹിക്കുന്ന വിവേകിയായ പുരുഷൻ അഹിംസാദികളെ ശ്രദ്ധയോടുകൂടെ അഭ്യസിക്കണം. അഹിംസ ഉണ്ടാവരുത്. ഇത് ഈ പരമാത്മ ചൈതന്യത്തിന് അനുസന്ധാനം ചെയ്യുന്ന ആള് മത്സ്യമാംസങ്ങൾ അതേമാതിരി മധുപാനങ്ങളൊക്കെ നിർത്തിയ ഒരാളാണ്. സാത്വികാഹാരം കഴിക്കുന്ന ആൾക്കാരായിരിക്കണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി 1, 2, 3, 4, 5, 6, 7, 8 എന്നിവയെല്ലാം യമാദികൾ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്നുവെന്നറിയണം. ഈശ്വരനായ എന്നിൽ പ്രതിഫലകാംക്ഷയോടുകൂടാതിരിക്കുന്ന പരമപ്രേമത്തെ ഉറപ്പിക്കണം. ഈ പ്രേമം എങ്ങനെയായിരിക്കണം? അങ്ങല്ലാതെ കണ്ട് എനിക്ക് ആരും തുണയില്ല, ആശ്രയമില്ല. അല്ലാണ്ട് എനിക്ക് അത് വേണം, 7 നില ബംഗ്ലാവ് വേണം, 25 ലക്ഷത്തിൻ്റെ കാറ് വേണം എന്നൊന്നും പറയരുത്. നടന്നു പോകേണ്ട സ്ഥലത്തേക്ക് നടന്നു പോവുക. ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ പ്രതിഫലാകാംക്ഷയോട് കൂടാതിരിക്കുന്ന പരമപ്രേമത്തെ ഉറപ്പിക്കണം. എൻ്റെ കഥാശ്രവണാദികളിൽ മനസ്സിനെ സ്ഥിരപ്പെടുത്തണം. ശ്രവണം, കീർത്തനം, സ്മരണം, സേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നീ 9 വിധത്തിലുള്ള ഭക്തി ചിഹ്നങ്ങളെ സമയോചിതം പോലെ സേവിച്ചു കൊണ്ടിരിക്കണം. എല്ലാ സമയത്തും ഒന്നും പറ്റില്ല. അപ്പോൾ അതിനാണ് വിവേകം, തിരിച്ചറിവ് വേണമെന്ന് പറയുന്നത്. സർവഭൂതങ്ങളിലും ഭേദമില്ലാതെ വസിക്കുന്ന പരമാർത്ഥ ചൈതന്യം തന്നെ കാണണം. അത് എനിക്ക് നമ്മൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവർക്കും ബാധകമാണത്. അപ്പോൾ ചൈതന്യത സ്ഥൂലോപാധി ഭേദങ്ങളെ അനുസരിച്ചുള്ള ഉച്ചനീചഭാവം ഭൂതങ്ങളിൽ ഉണ്ടാകാതിരിക്കണം. എനിക്ക് തടിച്ച ആൾ വേണം, എനിക്ക് സൂക്ഷിച്ച ആൾ പറ്റില്ല, എനിക്ക് വെളുത്ത ആൾ വേണം, കറുത്ത ആൾ പറ്റില്ല, ഒന്നും പറയാൻ പാടില്ല. ആരെക്കുറിച്ചും വൈരമുണ്ടാകരുത്. ഒരു വിഷയത്തിലും അത്യാസക്തിയെ വയ്ക്കരുത്. സ്ത്രീ ദർശനം, സ്പർശനം, സംഭാഷണം മുതലായവയെ വർജിക്കുന്ന 8 വിധമായിരിക്കുന്ന ബ്രഹ്മചര്യത്തെ ദീക്ഷിക്കണം. സ്ത്രീ സ്പർശം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീയോട് ഒറ്റയ്ക്ക് സംവദിക്കരുത് എന്നൊക്കെ പറയും. അതിനൊക്കെ കാരണമുണ്ട് കേട്ടോ. ഏകാഗ്രത പോവുക, അതാണ്. ഏകാഗ്രത അല്ല, നമ്മൾ തന്നെ പോയി കിട്ടും. അപ്പോൾ ആവശ്യമില്ലാതെ വാഗ്വ്യവഹാരം ചെയ്യരുത്.
അവരവരുടെ വർണ്ണാശ്രമാദികളെ അനുസരിച്ചുള്ള പ്രവൃത്തികളെ ഈശ്വരനായ എന്നെ പ്രസാദിപ്പിക്കുവാനുള്ള പൂജയാണെന്നുള്ള ഉറപ്പോടുകൂടെ അനുഷ്ഠിക്കണം. എന്ത് തൊഴിൽ ചെയ്യുകയാണെങ്കിലും അതിന് മൂല്യം വാങ്ങാം, പക്ഷേ അത് ഈശ്വരാനുഗ്രഹമാണ് എന്നുള്ള ഈശ്വരോപാസനയുടെ നാരായ പേര് മറക്കരുത്. പ്രാരബ്ധാനുസരണം വന്നു ചേരുന്ന പദാർത്ഥങ്ങളെ കൊണ്ട് സന്തോഷിക്കണം. ഇന്ന് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നുകൊണ്ട് ഊണ് കഴിക്കാനിരിക്കരുത്. അതുകൊണ്ട് പ്രാരബ്ധാനുസരണം അങ്ങനെ സിദ്ധിക്കുന്നതായാൽ കൂടെ അധികം ഭക്ഷിക്കരുത്. പ്രാണധാരണത്തിന് വേണ്ടുന്ന ആഹാരം മാത്രമേ സ്വീകരിക്കാവൂ. അപ്പം മൃഷ്ടാന്ന ഭോജനം പാടില്ല. എന്നാൽ ആത്മവീര്യത്തിനുള്ള മൃഷ്ടാന്ന ഭോജനം ആവാം. അതായത് കഥകളും തത്വോപദേശങ്ങളും എത്ര വേണമെങ്കിലും കേൾക്കാം. അതിലധികമായാൽ രോഗാദി പീഡകൾ വന്നു ചേരും. എപ്പോഴും വിചാരശീലനായിരിക്കണം, വികാരശീലനാവരുത്. തത്വങ്ങളെ, ഭഗവാന്റെ ഉപദേശങ്ങളെ മനനം ചെയ്യാം. ജനത്തിരക്കില്ലാത്തതായ ഏകാന്തത്തിൽ ഇരുന്ന് ആത്മസ്വരൂപത്തെ നിരൂപിക്കണം, ബ്രഹ്മസ്വരൂപത്തെ നിരൂപിക്കണം. രാഗാദി വൃത്തികൾ ഉദിക്കുമ്പോൾ അവയെ ദോഷഹേതുവെന്ന വിചാരത്താൽ അടക്കണം. അതാണ് ശാന്തിക്കുള്ള മാർഗം. അല്ലെങ്കിൽ സദാ ആശാന്തിയാവും. സർവപ്രാണികൾക്കും ഹിതത്തെ മാത്രമേ ചിന്തിക്കാവൂ. പ്രതിഫലേച്ഛ കൂടാതെ തന്നെ പരദുഃഖത്തെ നിരാകരിപ്പാൻ പരിശ്രമിക്കുന്നതായ സ്വരൂപത്തോടു കൂടിയ കരുണ എന്ന വൃത്തിയെ പുഷ്ടിപ്പെടുത്തണം. ഇപ്പം ഞാനതാ ചെയ്യുന്നത്. എന്താ അത്? ഈശ്വരൻ്റെ കരുണ നിങ്ങളിൽ എത്തിക്കുക. അതിന് ഞാനൊരു വയമീഡിയ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇന്ദ്രിയങ്ങളുടെ അധീനത്തിൽ അകപ്പെടാതിരിക്കാനുള്ള ധൈര്യത്തെ ബലമായി ഉറപ്പിക്കണം. ഇന്ദ്രിയങ്ങളുടെ ബലത്തിൽ നമ്മൾ ആകൃഷ്ടരായാൽ പിന്നെ നമ്മൾക്ക് എക്സിസ്റ്റൻസ് ഇല്ലവേ, നശിക്കും നമ്മൾ. പുത്രമിത്രകളത്രങ്ങളിൽ എൻ്റേതെന്നും തുച്ഛമായ ശരീരത്തിൽ ഞാനെന്നുമുള്ള ഭാവത്തെ പരിത്യജിക്കണം. കാരണം എപ്പോഴാണ് ചീട്ടുകൊണ്ടുള്ള കൊട്ടാരം കാറ്റത്ത് താഴെ പതിക്കുക എന്നുള്ളത് അറിയില്ല നമുക്ക്. എപ്പോഴാണ് ഈ ശ്വാസം നിൽക്കുക എന്നറിയില്ല. ചിലപ്പോൾ കുട്ടികളുടെ ആവാം, ചിലപ്പോൾ കളത്രങ്ങളുടെ ആവാം, ബന്ധുമിത്രാദികളുടെ ആവാം, തൻ്റെ തന്നെ ആവാം. അപ്പോൾ നമ്മൾ വശം കിട്ടിട്ട് യാതൊരു കാര്യമില്ല. എന്നിട്ട് പറഞ്ഞു, പ്രകൃതി കാര്യങ്ങളായ ദേഹേന്ദ്രിയാദികളുടെയും അതിൽ വസിക്കുന്ന ജീവാത്മാവിൻ്റെയും സ്വരൂപഭേദത്തെ നിരൂപണം ചെയ്ത് സാക്ഷാത്തായി ധരിക്കണം. അങ്ങനെ ധരിക്കുന്നതായാൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഈ 3 അവസ്ഥകളുണ്ടല്ലോ, എന്ന 3 അവസ്ഥകളും ബുദ്ധിയുടെ വ്യാപാരഭേദം നിമിത്തമുണ്ടാകുന്നതാണ് എന്നും ഈ അവസ്ഥകളുടെ സാക്ഷിയാണ് ജീവചൈതന്യം എന്നും അറിയണം. അല്ലാണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും സ്വീകരിക്കണ്ട എന്നാണ് പറഞ്ഞതിന് താല്പര്യം. ഇതൊന്നും തെങ്ങിൻ്റെ മുകളിൽ മയക്ക് കെട്ടി പറയേണ്ടതും അല്ല, തല്ലുകൊള്ളും. കാരണം കേൾക്കുന്നവർ വികാരത്തിന് അധീനന്മാരായാൽ വിചാരശാലനായ എനിക്കും പ്രശ്നമാണ്. അപ്പോൾ ഈ ചൈതന്യത്തെ അല്ലാതെ ഭിന്നമായിരിക്കുന്ന ദേഹാദികളെ സത്യത്വേന കാണരുത്. ഈ ശരീരം എന്നും നിലനിൽക്കും എന്നുള്ളത് വിചാരിക്കരുത്. അപ്പോൾ അവിടെയൊക്കെ ആരുടെ കഥയാണ് വരിക? ഉർവശിനെ വിവാഹം കഴിച്ചിട്ട് നിവൃത്തിയില്ലാതെ അയക്കുന്നൊരു രാജാവിൻ്റെ കഥയുണ്ട്. എനിക്ക് പേര് ശരിക്കും സമയത്ത് വരില്ല, അതൊരു മോശമാണ്, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ശന്തനു മഹാരാജാവിൻ്റെ കഥയാണെന്ന് തോന്നുന്നു എനിക്ക്, മനസ്സിലായില്ലേ? അതെ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ആത്മാവ് ലിംഗദേഹത്തിൽ നിന്നും വിട്ടിരിക്കുന്ന ജ്ഞാനസ്വരൂപനാകുന്നു. ആത്മാവാരാ? ലിംഗദേഹത്തിൽ നിന്നും വിട്ടിരിക്കുന്ന ജ്ഞാനസ്വരൂപനാകുന്നു, അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപനാണെന്ന് പറയാം, അല്ലെങ്കിൽ പ്രേമസ്വരൂപനാണെന്ന് പറയാം. പക്ഷേ ജ്ഞാനസ്വരൂപനാണെന്നുള്ളതാണ് സത്യം. ജ്ഞാനം സ്വരൂപനായിട്ടുള്ളത് വികസിച്ചും സങ്കോചിച്ചും കൊണ്ടിരിക്കുന്ന അസത്തായ അന്ധകരണത്തിൽ വികാസ സംഘാസങ്ങളുടെ സാക്ഷിയായിട്ടും
സത്യസ്വരൂപനായിട്ടും വസിക്കുന്ന ചൈതന്യമാണ് ആത്മസ്വരൂപം എന്ന് വൃത്തിജ്ഞാനത്താൽ അറിയണം. വൃത്തിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ, പരിഹാരം കാണുമ്പോൾ ഉണ്ടാവുന്നൊരു അറിവുണ്ട്. പരിഹാരം നമ്മളായിട്ട് കാണണം. വേറൊരാളുടെ ഉപദേശം നമ്മൾ പരിഹാരമായിട്ട് നമ്മൾ സ്വന്തം മാർഗത്തുകൂടെ അറിഞ്ഞാലേ അതിൻ്റെ സ്വാദ് നമുക്ക് കിട്ടുള്ളൂ. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടിയ നേത്രത്താൽ, സൂര്യൻ ഇല്ലെങ്കിൽ രാത്രി 12 മണിക്ക് നമ്മളെന്താ കാണുക? ഒന്നും കാണില്ല, ലൈറ്റ് ഇല്ലെങ്കിൽ. ആകാശസ്ഥിതനായ സൂര്യനെ അറിയുന്നത് പോലെ, പാതാളത്തിലല്ല ആകാശത്തിലാണ് സൂര്യൻ, സൂര്യനെ അറിയുന്നത് പോലെ ബുദ്ധിവൃത്തിയിൽ വ്യാപിച്ചിരിക്കുന്ന അഹംപ്രത്യയത്തിന് ആശ്രയമായിരിക്കുന്ന ശുദ്ധസ്വരൂപനും അസത്തായ ദേഹേന്ദ്രിയാദികളെ പ്രകാശിപ്പിക്കുന്നവനും സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന സർവാത്മസ്വരൂപനുമായിട്ട് ആത്മാവിനെ സാക്ഷാത്തായി അറിഞ്ഞുകൊള്ളണം. ഈ 501 പേജ് നമ്പർ 501 +2 അത് പഠിച്ചാൽ എല്ലാം പഠിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി 12ഉം 13ഉം കൂടി ഒപ്പം പോവും. അതെങ്ങനെയാണ്? യഥാജലസ്ഥ ആഭാസേ ആഭാസാം സ്ഥലസ്ഥേനാവദൃശ്യതേ സ്വഭാവാസേന തഥാ സൂര്യോ ജലസ്ഥേന ദിവി സ്ഥിതാ ഏവം ത്രിവൃദഹംകാരോ ഭൂതേന്ദ്രിയമനോമയി സ്വഭാസൈർലക്ഷിതോ അനേന സദാഭാസേന സത്യദൃഗ്. സദാഭാസേന എപ്പോഴും പ്രഭയെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം എന്താ? സ്ഥലത്തിൽ പ്രകാശിക്കുന്ന സ്വപ്രതിബിംബത്താൽ ജലത്തിലിരിക്കുന്ന പ്രതിബിംബം എപ്രകാരം കാണപ്പെടുന്നുവോ, ജലത്തിലിരിക്കുന്ന പ്രതിബിംബത്താൽ ആകാശത്തിലിരിക്കുന്ന സൂര്യനും അതുപോലെ കാണപ്പെടുന്നുവോ, ഇപ്രകാരം ഭൂതേന്ദ്രിയ മനോരൂപങ്ങളായ സ്വപ്രതിബിംബങ്ങളാൽ ത്രിഗുണരൂപമായ അഹങ്കാരവും സത്തിൻ്റെ പ്രതിബിംബമായ ഇതിനാൽ സത്യമായ ജ്ഞാനസ്വരൂപൻ കാണപ്പെട്ടവനായി ഭവിക്കുന്നു. അവരവരുടെ ആത്മാവിനെ അറിയണം, അല്ലാണ്ട് നിവൃത്തിയില്ല. അതിനുള്ള പരക്കമ്പാച്ചിലാണത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, അഹങ്കാരത്തോട് ചേർന്നിരിക്കുന്ന ആത്മപ്രതിബിംബത്താൽ ബ്രഹ്മജ്ഞാനം അനുഭവപ്പെടുന്ന രീതിയെ ദൃഷ്ടാന്ത രൂപേണ ബോധിപ്പിക്കുന്നു. ഉദാഹരണ സഹിതം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ആകാശത്തിൽ പ്രകാശിക്കുന്ന സത്യസ്വരൂപനായ സൂര്യൻ ജലത്തിൽ പ്രതിഫലിക്കുന്നു. അതിൽ നിന്നുണ്ടാകുന്ന പ്രകാശം ഗൃഹാന്തർഭാഗത്തിലുള്ള ഭിത്തിയിൽ കാണപ്പെടുന്നു. അല്ലേ? അത് വലിയൊരു ഉദാഹരണമാണ്. സോ ബ്രില്യൻ്റ് ലൈറ്റാണത്, വെള്ളത്തിൽ കൂടെ പ്രതിഫലിച്ച് ഉള്ളിൽ വരുന്നത്. ആ പ്രകാശം കാണുന്ന ഗൃഹസ്ഥിതനായ പുരുഷൻ ഈ വെളിച്ചം കാണപ്പെടുന്നതിന് കാരണമെന്തെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ജലത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന സൂര്യബിംബത്തെ കാണുന്നു. ആ പ്രതിബിംബം എവിടെ നിന്നുണ്ടായി എന്ന് പിന്നെ ആലോചിക്കുമ്പോൾ പ്രകാശത്തിൽ നിൽക്കുന്ന യഥാർത്ഥ സൂര്യനെയും കാണുന്നു. ഇതുപോലെ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ ജഡങ്ങൾ ഓരോ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നതിനും ശബ്ദാദി വിഷയങ്ങളെ അറിയുന്നതിനും കാരണം എന്താണെന്ന് ആലോചിക്കുന്നവന് അഹങ്കാരവച്ഛിന്നമായ ജ്ഞാനപ്രകാശം ദേഹേന്ദ്രിയ മനസ്സുകളിൽ പ്രതിഫലിച്ചുകൊണ്ടാണെന്നറിയണം. അതായത് അറിവിൻ്റെ പ്രകാശം ദേഹ ഇന്ദ്രിയ മനസ്സുകളിൽ പ്രതിഫലിച്ചത് കൊണ്ടാണെന്നറിയണം. അഹങ്കാരത്തിൽ കാണപ്പെടുന്ന ബ്രഹ്മത്തിൻ്റെ ആ പ്രതിബിംബത്തിൽ കൂടെ സത്യമായും ശുദ്ധമായും സർവാശ്രയവുമായിരിക്കുന്ന പരമാത്മാവിനെയും അറിയാം. ഇങ്ങനെ ആത്മസാക്ഷാത്കാരം സമ്പാദിക്കുവാൻ സാധിക്കും. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ 3ാമത്തെ തൃതീയ അധ്യായത്തിൽ ഈ 27ാമത്തെ അധ്യായമൊക്കെ. ഇനി അത് കുറച്ചുകൂടി ഉണ്ട്.
യഥാർത്ഥ സൂര്യൻ, അതിൽ നിന്ന് ജലത്തിൽ പ്രതിബിംബം, ആ പ്രതിബിംബത്തിൻ്റെ പ്രകാശം ഭിത്തിയിൽ, ആ പ്രകാശദ്വാര ഗൃഹത്തിൽ വസിക്കുന്ന പുരുഷൻ ജലഗത പ്രതിബിംബത്തെയും അതിൽ കൂടെ ആകാശഗത സൂര്യനെയും കാണുന്നത് പോലെ ദേഹേന്ദ്രിയാദികളുടെ വിഷയവ്യാപാരങ്ങളാൽ അഹങ്കാരത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ പ്രതിബിംബത്തെയും ആ പ്രതിബിംബത്തിൽ കൂടെ യഥാർത്ഥമായും ഒന്നോടും ചേരാതെയും ഇരിക്കുന്ന ബ്രഹ്മത്തെയും അറിയാം എന്ന് സാരം. ഇനി അവിടെ സൂര്യൻ അതിന് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞത്. ജലപ്രതിബിംബം എന്ന് പറഞ്ഞതിനെയാണ് അഹങ്കാര പ്രതിബിംബം എന്ന് പറഞ്ഞത്. ഭിത്തിയിലുള്ള പ്രകാശമാണ് ശരീരേന്ദ്രിയ മനോവ്യാപാരം, ശരീര ഇന്ദ്രിയ മനോവ്യാപാരം. പിന്നെ ഗൃഹപുരുഷൻ്റെ യഥാർത്ഥ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞതാണ് ജീവൻ സ്വരൂപത്തെ സാക്ഷാത്കരിക്കൽ. ജീവൻ പരമപ്രധാനമായ സ്വരൂപത്തെ സാക്ഷാത്കരിക്കൽ. മേൽ കാണിച്ച രീതിയെ അനുസരിച്ച് നിരൂപണം ചെയ്യുന്നവർക്ക്, നിരൂപണം നിശ്ചയദാർഢ്യത്തോടു കൂടി ഇരിക്കുക ചെയ്യുന്നവർക്ക് അസംഗ സച്ചിദാനന്ദ ബ്രഹ്മ, അസംഗ ഒന്നിനോടും ഒട്ടാതെ സച്ചിദാനന്ദ ബ്രഹ്മ സാക്ഷാത്കാരമുണ്ടാകാതിരിപ്പാൻ കാരണമില്ല. അവശ്യം കണ്ടിരിക്കും, അവശ്യം അനുഭവിച്ചിരിക്കും എന്നാണ് കപിലാചാര്യസ്വാമികളുടെ ഉപദേശം. കപിലോപദേശത്തിൻ്റെ ഒരു മാനദണ്ഡമുണ്ടല്ലോ, എക്സലൻറ്റ് പാർ. അതേപോലെ വേറെ ഒന്നില്ല എന്ന് തന്നെ പറയണം, മനസ്സിലായില്ലേ? അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഓരോരുത്തർക്കും അവരവരുടെ കർമ്മ ചാരുതയ്ക്കനുസരിച്ച് ഉണ്ടാവട്ടെ എന്നും ഓരോ സമയത്തെയും എല്ലായ്പ്പോഴുമുള്ള പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.